ബി.ജെ.പി. സർക്കാർ ഫാസിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് എ.കെ. ബാലൻ. ഫാസിസം വന്നു എന്ന് പോലും തങ്ങൾ പറഞ്ഞിട്ടേയില്ല. പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട കരട് രാഷ്ട്രീയ പ്രമേയമാണ് ചർച്ചയായത്. വിയോജിപ്പുള്ളവർക്ക് ഭേദഗതി നൽകാമെന്നും എ.കെ. ബാലൻ പറഞ്ഞു. ഞങ്ങൾ ഒരിക്കലും ബി.ജെ.പി. ഗവൺമെൻറ് ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ് എന്ന് വിലയിരുത്തിയിട്ടേയില്ല. ഞങ്ങളുടെ 22-ാം പാർട്ടി കോൺഗ്രസും അതുപോലെ തന്നെ 23-ാം പാർട്ടി കോൺഗ്രസും കൃത്യമായി ബി.ജെ.പി. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്, അവരുടെ വർഗ സ്വഭാവത്തെ സംബന്ധിച്ച്, അവരുടെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി പരിശോധിച്ച് അത് വളർന്നു വരുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രവണതകൾ, ഇതാണ് ഞങ്ങളുടെ 22-ാം പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞത്. വളർന്നു വരുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രവണതകൾ. 23-ാം പാർട്ടി കോൺഗ്രസിൽ ഞങ്ങൾ പറഞ്ഞത് RSSൻ്റെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള അജണ്ട നടപ്പിലാക്കുന്ന ഗവൺമെൻറ്. അപ്പോൾ ഒരു ഫാസിസ്റ്റിക് സ്വഭാവമുള്ള ഗവൺമെൻറ് എന്നാണ് പറഞ്ഞത്. ഫാസിസം വന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഫാസിസം ഇന്ത്യ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആകെ രാഷ്ട്രീയ ഘടന മാറും. പിന്നീട് അത് യഥാർത്ഥത്തിൽ ഒരു ദേശീയ മോചനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാവും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ രാജ്യത്തിലെ എല്ലാ ശക്തികളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരൈക്യ മുന്നണി ഒരു രാഷ്ട്രീയ നയത്തിൻ്റെ ഭാഗമായി രൂപപ്പെടണം. അത്തരമൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായി എന്നുള്ള വിലയിരുത്തൽ ഞങ്ങൾക്കില്ല. ഇത് CPIയുടെയും CPI-MLൻ്റെയും വിലയിരുത്തലാണ് ഫാസിസം വന്നു എന്നുള്ളത്. അരുണാളത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ ഇത് ആരാണ് ഫാസിസ്റ്റ് എന്നുള്ളൊരു പിടിയില്ല എ.കെ. ബാലന്. പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട കരട് രാഷ്ട്രീയ പ്രമേയമാണ് ചർച്ച ആയതെന്നാണ് പറയുന്നത്. തങ്ങളൊന്നുമേ അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലല്ലേ എ.കെ. ബാലന്റെ പറച്ചിൽ? തീർച്ചയായിട്ടും രജനി, അതൊരു കരട് രാഷ്ട്രീയ പ്രമേയമാണ് എന്നുള്ളതാണ് എ.കെ. ബാലൻ പറഞ്ഞത്. പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യുന്നതിനുള്ള അവസരമാണിത്. അതുമാത്രമല്ല, ചർച്ച നടക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു പ്രശ്നം മൂടി വെക്കാനാണ് ഇതിപ്പോൾ വിവാദമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിൽ നിന്ന് വഴിതിരിക്കാൻ വേണ്ടിയാണ് ഇതിപ്പോൾ വിവാദമായി ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എ.കെ. ബാലൻ പറയുന്നത്. അടവ് നയത്തിന് രൂപം നൽകിയതാണ് ഈ രാഷ്ട്രീയ പ്രമേയം. പാർട്ടി കോൺഗ്രസിന്റെ അംഗീകാരം കിട്ടിയാൽ മാത്രമേ രാഷ്ട്രീയ പ്രമേയം പാസ്സാവുകയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ബി.ജെ.പി. ഗവൺമെന്റ് ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണെന്ന് തങ്ങൾ എവിടെയും പറഞ്ഞിട്ടേ ഇല്ല. വളർന്നു വരുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രവണതകൾ ആണ് കഴിഞ്ഞ കോൺഗ്രസിൽ പറഞ്ഞത്. ഫാസിസം വന്നു എന്ന് തങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. ഫാസിസം വന്നു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ആകെ ഗതി മാറും. അത്തരമൊരു സാഹചര്യം ഉണ്ടായി എന്ന് ഞങ്ങൾ കരുതുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. CPIക്ക് ഉൾപ്പെടെ വിമർശനമുണ്ടെങ്കിൽ ഭേദഗതി കൊടുക്കട്ടെ എന്നും വിയോജിപ്പുണ്ടെങ്കിൽ ആർക്കും ഭേദഗതി കൊടുക്കാൻ പറ്റും എന്നുമാണ് എ.കെ. ബാലൻ പറയുന്നത്. ശരി, എന്തായാലും ബാലന്റെ അടവ് നയം തന്നെയാണിത്. ബി.ജെ.പി. സർക്കാർ ഫാസിസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് എ.കെ. ബാലൻ.